അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് മദീനത്ത് നിന്ന് ഏകദേശം 1270 കിലോമീറ്ററും ജോർദാനിലെ അമ്മാനിൽ നിന്ന് 215 കിലോമീറ്ററും ദൂരമുള്ള സജർ മുബാറക്ക് എന്നറിയപ്പെടുന്ന മരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താട്ടോ. ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മരമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഷാമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് തണലൊരുക്കിയ മരമാണിത്. വിശ്രമിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തു നിന്നായിരുന്നോ സൂര്യൻ വന്നിരുന്നത് ആ ഭാഗത്തേക്ക് ചില്ലകൾ താഴ്ചി അള്ളാഹുവിൻ്റെ റസൂലിന് തണലൊരുക്കി കൊടുത്ത ഒരു മരമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ ഒരു നിമിഷം നിൽക്കാനും അവിടെ ഇരിക്കാനും അതിൻ്റെ ബറക്കത്തെടുക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആരൊക്കെയാണോ ഇതിന് കാരണക്കാരായത് നമ്മളോട് എത്തിക്കാൻ അവർക്കൊക്കെ പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. പിന്നെ വേറൊരു പ്രത്യേകത, ഈ മരച്ചുവട്ടിൽ അള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാമും വിശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സഹാബാക്കൾ വിശ്രമിച്ച മരമാണ്. ഒരുപാട് മഹാന്മാർ വിശ്രമിച്ച മരമാണ്. സാധാരണ ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാകാറില്ല. ഞങ്ങൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ്റെ കൂടെയാണ് വന്നത്. അയാൾക്കുള്ള ഒരു അയാൾ ഇവിടുത്തെ ഔക്കാഫിലൊരു പ്രധാനി കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം കിട്ടി. ഈ ഹദ്റത്തിൽ ഈ ഷറഫാക്കട്ട മണ്ണിൽ നമുക്ക് നിൽക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ്. പിന്നെ ഇത് വലിയൊരു മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ പിന്നെ വേറൊരു മരം പോലുമില്ല. ഈ മരം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, എത്ര വലിയ മരുഭൂമിയാണ്. ഒരു മരം പോലും ഈ സ്ഥലത്തില്ല. ഈ ഒരു മരം മാത്രം, അതും 2000-2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മരത്തിൽ നല്ല തിളിർത്ത് നിൽക്കുന്നുണ്ടല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനിച്ചൊരു മരമാണ്. അതുകൊണ്ട് ഇത്ര വർഷമായിട്ടും ഒരു കേടുപാടും കൂടാതെ നിൽക്കുന്നൊരു മരം, അൽഹംദുലില്ലാഹ്. ഏതായാലും ഇവിടെയൊക്കെ എത്താൻ സാധിച്ചത് അള്ളാഹുവിനോട് എത്ര സ്തുതി ചെയ്താലും മതിയാവില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇതൊക്കെ ഒരു സൽക്കമായിട്ട് സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.